സംസ്ഥാനത്തെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ ഇനി മുതൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഗതാഗത കമ്മീഷണർ പുതിയ മാനദണ്ഡമിറക്കി. ചെക്ക് പോസ്റ്റുകൾ ഇനി മുതൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. നിലവിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിൻവലിക്കുമെന്നും ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിഷ്ണു കരുണാകരൻ, രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ സംസ്ഥാനത്തെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ എന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ, നിലവിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിൻവലിക്കുമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സമയങ്ങളിൽ എന്തൊക്കെ ക്രമീകരണങ്ങളെന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ടോ? എന്തൊക്കെയാണ് അതിലെ വിശദാംശങ്ങൾ? ബനേഷ്, ചെക്ക് പോസ്റ്റുകളിൽ ഡ്യൂട്ടിയിൽ തടയിട്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കാൻ പുതിയ മാനദണ്ഡം ഇറക്കിയിരിക്കുകയാണ് ഗതാഗത കമ്മീഷണർ. നിലവിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും 20 പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകളിൽ നിന്നെല്ലാം പിൻവലിക്കുന്നുണ്ട്. അതിന് പ്രധാനമായി അവർ ചൂണ്ടിക്കാട്ടുന്ന കാരണം എന്നാൽ ഈ വേണ്ട രീതിയിലുള്ള ആൾബലമില്ല എന്ന് തന്നെയാണ്. വേണ്ട രീതിയിലുള്ള ആൾബലമില്ല. മറ്റു പ്രവർത്തനങ്ങൾക്കായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ ചുമതല ഏൽപ്പിക്കാനായി ഇവിടെ നിന്ന് പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള ചുമതല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥന് 15 ദിവസത്തിലധികം ഡ്യൂട്ടി ഇടണ്ട എന്നുള്ള തീരുമാനമാണ്. കൂടുതൽ നേരം ചെക്ക് പോസ്റ്റുകളിൽ ചെലവഴിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. രാവിലെ അങ്ങനെ ഡ്യൂട്ടിയിൽ ഇടുന്ന ഉദ്യോഗസ്ഥർക്ക് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ മാത്രമാണ് ചെക്ക് പോസ്റ്റുകളിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതിനപ്പുറത്തേക്ക് ഡ്യൂട്ടി ടൈമിന് പുറമെ ജോലി ചെയ്യേണ്ട സാഹചര്യം അവിടെ ഇല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം നികുതി വെട്ടിക്കുന്ന വാഹനങ്ങളെ അതിർത്തിയിൽ പിടികൂടുന്നതിന് പകരം മറ്റിടങ്ങളിൽ പല പോയിന്റുകൾ സ്ഥാപിക്കും. ആ പോയിന്റുകളിൽ വെച്ച് മാത്രം പരിശോധന നടത്തി കൊണ്ടുപോകാം, പിടികൂടാം, പിഴയിടാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകാം. എന്നാൽ ചെക്ക് പോസ്റ്റുകൾ നിരന്തരം എൻഫോഴ്സ്മെന്റ് RTO പരിശോധന നടത്തണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ സ്ഥിരമായി ചെക്ക് പോസ്റ്റുകളിൽ നിയമിച്ചിരിക്കുന്ന ആളുകളെ പൂർണ്ണമായി പിൻവലിക്കുകയാണ്. 20 പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകളിലൊക്കെയാണത് ഈ നിയമം ബാധകമാകുന്നത്. അതിനപ്പുറത്തേക്ക് ചെക്ക് പോസ്റ്റുകളിൽ നിയോഗിക്കുന്ന ആളുകൾ, അത്യാവശ്യ ഘട്ടങ്ങളിൽ നിയോഗിക്കുന്നവരെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഡ്യൂട്ടിയിൽ ഇട്ടാൽ മതി എന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് ചുമതലകൾ ഏൽപ്പിച്ചും മറ്റ് പലയിടങ്ങളിലും ജോലി ചെയ്യിപ്പിക്കാനുള്ള തീരുമാനം കൂടിയാണ്. ഏതായാലും ചെക്ക് പോസ്റ്റുകളിൽ പല രീതിയിൽ തന്നെ ടാക്സ് വെട്ടിച്ചും അതോടൊപ്പം തന്നെ നികുതി വെട്ടിച്ചൊക്കെ എത്തുന്ന ആളുകളും അതോടൊപ്പം പല രീതിയിലും സാധനങ്ങളും അല്ലെങ്കിൽ പണവും ഒക്കെ കടത്തി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ പരിശോധന അടക്കം കുറച്ച് ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് വളരെ അടിയന്തരമായി പ്രവർത്തനം കൂടുതൽ കടുപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഗണേഷ്, ശരി, സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകൾ ഏത് രീതിയിൽ വേണം പ്രവർത്തിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഗതാഗത കമ്മീഷണർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ ഉത്തരവിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.